സതീഷ് വസത്ത് ചേരുന്നു, ഇടതുമുന്നണിയുടെ പ്രതിനിധി സതീഷ്. അഡ്വക്കേറ്റ് സതീഷ്, ഈ ഗൂഢാലോചനയിൽ ആരൊക്കെയാണ് പങ്കാളികൾ? അല്ലേ, ഇവിടെ പറയുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. ഒരു കാരണം ഞാൻ പറയുന്നേക്കല്ലേ, ഇപ്പം ഇന്ന് വിജിലൻസ്, ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന കാര്യമാണ്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് 2019 അവിടെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മെമ്പറോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിലോ ഒന്നും രേഖപ്പെടുത്താത്ത ഒരു രീതി. കാര്യം എന്താ വെച്ചാൽ, ഇത് വെളിയിൽ കൊണ്ട് ഈ പാളികൾ കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ ചെമ്പ് പാളിയെന്നോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അവിടുത്തെ കുറവ് വെച്ചാൽ ഇപ്പം മുരാരി, ഞാൻ പറയുന്ന നോക്കൂ, ദേവസ്വം ബോർഡ് എങ്ങനെ അറിയുന്നത്? പറയൂ. ഒരു ഉദ്യോഗസ്ഥ, ഞാൻ പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് ഓഫീസ് ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ക്ഷേത്രത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ നടത്തുമ്പോഴത്തേക്ക് അവിടെ തിരുവാഭരണ കമ്മീഷണർമാരുണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കമ്മീഷണർമാരുണ്ട്, അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് കൂടാതെ നടത്തി. ഇപ്പൊ മുരാരി ബാബു, താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു നിമിഷം ഞാൻ എടുക്കുന്നുള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രൊസീഡിങ്സ് ഇന്നലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. 20/3/2019 ഇറക്കിയ ഒരു ഉത്തരവ്. അതിൽ അവസാനം പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഒപ്പ് സെക്രട്ടറിയാണ് ഒപ്പ് വെച്ചിരിക്കുന്നത്. ദേവസ്വം സെക്രട്ടറി, മുൻ സെക്രട്ടറി ഇവിടെ ഇരിപ്പുണ്ട്. സെക്രട്ടറിയുടെ സ്വന്തം നിലക്കല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. ദേവസ്വം ബോർഡ് കൂടി ആലോചിച്ച ശേഷമാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ പത്മകുമാർ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നിൽക്കില്ല. ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സെക്രട്ടറി ഒപ്പിട്ട് ഇപ്പോൾ നോക്കൂ, ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കുന്നു. അതിൽ ചീഫ് സെക്രട്ടറിയാണ് ഒപ്പ് വെക്കുന്നത്. പിണറായിക്ക് പറയാൻ പറ്റുമോ ഞാനതൊന്നും തീരുമാനിച്ചില്ല, ഞങ്ങളതൊന്നും കൂടിയാലോചിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അത് ഒപ്പുവെക്കുന്നത് മാത്രമേ ഉള്ളൂ, സെക്രട്ടറി ഒപ്പുവെക്കുന്നു. പക്ഷേ അത് ദേവസ്വം ബോർഡ് ഏതാ പൊതുവിൽ എങ്ങനെയാണ് ചീഫ് സെക്രട്ടറിയല്ലേ ഒപ്പുവെക്കുന്നത്? അതിന്റെ അർത്ഥം ചീഫ് സെക്രട്ടറി സ്വന്തം നിലക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ദേവസ്വം സെക്രട്ടറി ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ ഉത്തരവായിട്ട് ഇറക്കുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡ് തീരുമാനിച്ച കാര്യങ്ങൾ അത് ഉത്തരവായിട്ട് ഇറക്കുന്നു. അതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കോ അതിലെ ഒരു പങ്കാളിത്തം ഇല്ലാന്നാണോ? അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഇന്ന് എന്താണ് വിജിലൻസ് കണ്ടുപിടുത്തത്? ഈ മിനിറ്റ്സിലോ ദേവസ്വം ബോർഡ് മിനിറ്റ്സ് വരുമല്ലോ, ഒരു കമ്മിറ്റി കൂടുമ്പോൾ ആ മിനിറ്റ്സിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ പറയുന്നത് ഓർഡർ ഇറങ്ങുന്നത് സെക്രട്ടറി ആയിരിക്കാം, നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ആ മിനിറ്റ്സിൽ വേണ്ടേ? ഒരു മിനിറ്റ്സില് കോടതിയിലായിരുന്നാലും നമ്മൾ ആധികാരിക രേഖ എന്ന് പറയുന്നത്. ഈ ഉത്തരവ് ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. നോക്ക്, ഒരു മിനിറ്റ്. ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്ത് ശ്രീകോവിലെ കട്ടിളയിൽ പതിപ്പിച്ചിട്ടുള്ള നോക്കൂ, ഇത് ഒരു മിനിറ്റ്. ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചെമ്പുപാളികൾ ഇളക്കി മാസപ്രകാരം തൂക്കം, അളവ് എന്നിവ ബോധ്യപ്പെട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറുന്നതിനും തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്വർണം പൂശുന്നതിനും ആയതിനു ശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, മറ്റുദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് എൻജിനീയർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ശാസ്ത്രവിധി പ്രകാരം തിരികെ ഫിറ്റ് ചെയ്യുന്നതിനും അനുവദിച്ച് ബോർഡ് ഉത്തരവാകുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഒപ്പ് സെക്രട്ടറി. ഉത്തരവിലാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ മിനിറ്റ്സിന്റെ കാര്യം അതൊന്നും പ്രസക്തല്ലാന്നേ. ഉത്തരവ് കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് മിനിറ്റ്സ്? ഞാൻ പറയുന്നത് എത്രാം തീയതി? തീയതിയോ? 20/3/2019. ഈ ഉത്തരവ് ഇറങ്ങിയത് എത്രാം തീയതി? 20/3/2019. അതിന് മുമ്പ് ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. 6/3 ദേവസ്വം കമ്മീഷണറുടെ 6/3/2019 ROC 6063/18 ശബരിമല നമ്പർ റിപ്പോർട്ട്. ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്ന 20/3/2019. എന്തേ, സംശയമുണ്ടോ? രേഖയുണ്ട്, കൈരേഖയല്ല ആണല്ലോ. ഇതിന് മുമ്പാണ് പറയുന്നത്. നോക്കൂ, ഇതിന് മുമ്പ് അല്ല, ഞാൻ പറയുന്നത് ഈ കൈരേഖ വെച്ചിട്ടൊന്നുമില്ല. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ ബോർഡോ തീരുമാനിച്ചില്ല. ബോർഡിലെ മിനിറ്റ്സിൽ ഇതില്ല. 2019 ഈ മുരാരി ബാബു ഈ കുറേ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നേരത്തെ തന്നെ അവർ തീരുമാനിച്ചത് ചെമ്പുപാളിയാണ് ആക്കണമെന്ന്.
സ്വാഭാവികമായി അതല്ലേ ഉത്തരവിൽ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഉത്തരവാണ് പിന്നെ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ ഇവിടെ അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനും CPM-നും വളരെ ആധികാരികമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഹൈക്കോടതി ഒരു ഉത്തരവ് എന്ന് പറയുന്നത് ഒരു അമിക്കസ് ക്യൂറിയ അറിയാലോ, ശ്രീ വെങ്കടേഷ് നേതൃത്വത്തിൽ ഒരു ജസ്റ്റിസ് വച്ചുകൊണ്ട് ഇത് വന്നിട്ട് അമിക്കസ് കൂടി ആ ഉദ്യോഗസ്ഥന്മാർ 6 മാസത്തിനകത്ത് റിപ്പോർട്ട് കൊടുക്കണം. ജസ്റ്റിസ് ശങ്കരൻ ഞാൻ പറയുന്നത് 6 മാസത്തിനകത്ത് കൊടുക്കുമല്ലോ. ശരി, നിങ്ങൾ അതുവരെ വയ്ക്കൂ. അതിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ അന്നത്തെ മന്ത്രിമാരോ ഇത് ഇൻവോൾവ് ആണെന്ന് പറയട്ടെ, ഹൈക്കോടതി പറയട്ടെ. പിന്നെ ഇവിടെ ആരോ പറയുന്നിട്ട് ദേവസ്വം മന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്നത് ദേവസ്വം ബോർഡാണെന്ന്. ഇത് ആരാ പറയുന്നത്? ഒരു ജനങ്ങളുടെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. പിന്നെ ഈ ക്ഷേത്ര എവിടെ കൊടുക്കുന്നു? ചുമ്മാ പറയല്ല. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഭക്തജനങ്ങൾ. അങ്ങയോട് ഞാൻ ചോദിക്കാം, ഞാൻ പറയട്ടെ, ശബരിമല സമയത്ത് കേരളത്തിൽ വരുന്ന റവന്യൂ വരുമാനം നിങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നു? അല്ല, ഞാൻ ഭക്തജനം പറഞ്ഞാൽ മതിയല്ലോ. ശബരിമല സമയത്ത് ഇവിടെ കിട്ടുന്ന റവന്യൂ വരുമാനം എന്തിനു ഉപയോഗിക്കുന്നു? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉത്തരവില്ലേ? അല്ല, അങ്ങക്ക് വല്ല ക്ഷേത്രങ്ങൾ ഇവിടെ എത്ര ഉപക്ഷേത്രങ്ങളുണ്ടെന്ന് അറിയാമോ? അങ്ങയോട് ഞാൻ ചോദിച്ചല്ലോ, കേരളത്തിൽ വരുന്ന റവന്യൂ വരുമാനം എന്തിനു ഉപയോഗിക്കുന്നു? അത് നിങ്ങൾ അവർക്കും കൊടുക്കുന്നില്ലേ? കൊണ്ടുപോവാണോ? അല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ. കോടതി പിന്നെ ബോർഡിന്റെ തീരുമാനത്തെ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര 2 കോടിയോ മറ്റോ കൈമാറിയത് പിന്നീട് കോടതി ഇടപെട്ട് തടഞ്ഞല്ലോ, തിരിച്ചടക്കാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ അനിൽ നമ്പ്യാർ എന്ന കാലത്ത് ക്ഷേത്രത്തിൽ ഈ ശബരിമല ക്ഷേത്രത്തിലെ പൈസ ഗവൺമെൻറ്റിൽ പോകുന്നുണ്ടോ നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ റവന്യൂ അല്ലോ. ക്ഷേത്രത്തിന് നിങ്ങൾ നേരത്തെ ഇവിടെ ആരോ പറയുന്ന കേട്ടു, അതാരും ഞാൻ കണ്ടില്ല. ഞാനത് പറയുന്ന കേട്ടു, ഗവൺമെൻറ് ഗ്രാൻഡുമല്ലോ, ഗവൺമെൻറ് ട്രാൻസ്പോർട്ടിനെ പോലെ ഗ്രാൻഡ് ദേവസ്വം പോലെ കൊടുക്കുന്നുണ്ട്. ഇതാരാ പറഞ്ഞില്ലാന്ന്? അതിൽ കണക്കുകളുണ്ടെന്നേ. അല്ല, ഇപ്പോഴും അദ്ദേഹം ഉത്തരം പറയുന്നില്ല. ശബരിമല സമയത്ത് കേരളത്തിൽ വരുന്ന ഒരു റവന്യൂ വരുമാനമുണ്ട്. ഞാൻ കാണിക്കയെ കുറിച്ച് രണ്ടാമത് പറയാം. ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും ദേവസ്വം ബോർഡ് സംവിധാനത്തിനും എങ്ങനെയാണ് വരുമാനം കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഈ ദേവസ്വം ബോർഡിനെ വളരെ കഷ്ടപ്പെട്ട് സർക്കാർ സഹായിക്കുകയാണ്. അല്ല, റവന്യൂ വരുമാനം എന്താണ്? റവന്യൂ വരുമാനം എന്താണ്? തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന ഒരാൾ പെട്രോൾ അടിച്ചാൽ അതിന് കിട്ടുന്ന നികുതി എങ്ങനെ ഉപയോഗിക്കുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു ബസ്സിൽ അയ്യപ്പ ഭക്തർ കേരളത്തിൽ നിന്ന് പെട്രോൾ അടിച്ചാൽ അതിന്റെ നികുതി നിങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നത്? എത്ര കോടിക്കണക്കിന്, എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തർ ഇവിടെ വരുമാനമാണ്. തമിഴ്നാട്ടിൽ അതെന്താ ചെയ്യുന്ന പറയും? അതാണ് റവന്യൂ വരുമാനം എന്ന് പറയുന്നത്. റവന്യൂ വരുമാനം അതല്ലേ? തെറ്റിദ്ധരിപ്പിക്കൽ എന്റെ അനില്. ഞാൻ ഒരു കാര്യം പറയട്ടെ, വളരെ വ്യക്തമായിട്ട് പറയുന്ന പോലെ ഒരു തരി അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും, ഒരു പരി സ്വർണം പോലും അത് കൊണ്ടുപോകാൻ ആരെയും അനുവദിക്കൂല ഈ സർക്കാർ. അതുകൊണ്ടാണ് പറഞ്ഞത് ഏജൻസി വേണ്ട. അഡ്വക്കേറ്റ് സതീഷ് വസൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനോട് ചേർന്ന് നിൽക്കുന്ന കുശലം പറയുന്ന ഫോട്ടോകളൊക്കെ കണ്ടതല്ലേ? മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പം നോക്കൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായിട്ട് തിരുവനന്തപുരത്തെ ഒരു ജ്വല്ലറി കൊടുത്ത വാഹനം അത് സംസ്ഥാന പോലീസിന് കൈമാറുന്നതിന് അത് ADGPയോ ക്ഷമിക്കണം സംസ്ഥാന പോലീസ് മേധാവിയായ DGPയോ അല്ലെങ്കിൽ ADGPയോ പോലും ആ ചടങ്ങ് പങ്കെടുക്കരുത്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം. അപ്പോൾ അന്തർധാര സജീവമാണ്. അഡ്വക്കേറ്റ് സതീഷ് വസൻ, നിങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നു അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടരുത് എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതൊക്കെ പറയാം. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുമുണ്ട്. പക്ഷേ നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റി അത്രയും വിശ്വസ്തനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി പലതും കിട്ടും എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ കയറി മുഖ്യമന്ത്രി പിണറായി വിജയൻ പിടിച്ചത്. അല്ലാതെ ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വഭാവം എനിക്ക് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അവിടെ കുശലം പറയാൻ ഒരിക്കലും പിണറായി വിജയൻ മെനക്കെടില്ല. മാത്രമല്ല, ആ ഒരു ചടങ്ങിൽ, ഒരു വാഹനം കൊടുക്കുന്ന ചടങ്ങിൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിക്കില്ല. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് തർക്കിക്കരുത്, താങ്കൾ ദയവ് ചെയ്ത് തർക്കിക്കരുത്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി
അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. അനിൽ ഫോട്ടോ വെച്ച് ഒരു സാധാരണക്കാരനായ ആളല്ല ഉണ്ണികൃഷ്ണൻ. ഫോട്ടോ വെച്ച് പറയല്ലേ, അത് തെറ്റായ നടപടിയാണ്. അല്ല, തെറ്റായ നടപടിയൊന്നുമല്ല, ശരിയായ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ചങ്ങാത്തം കൂടിക്കഴിഞ്ഞാൽ സ്വർണവും പണവും ഒക്കെ വരും എന്നൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആ ഒരു കമ്പനി കൂടിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഫോട്ടോയിൽ നമ്മളൊക്കെ കാണുന്നത് അതാണ്. അത്രയും സ്നേഹബന്ധം ഉള്ളത് കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ പിണറായി കുശലം പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും പിണറായി വിജയനെ പോലുള്ളൊരു വ്യക്തി ആ ഒരു ചടങ്ങിൽ പോലും പങ്കെടുക്കില്ല. കാരണം ഒരേ ഒരു വാഹനം അത് പോലീസിന് കൈമാറുന്നു. ആ വാഹന കൈമാറ്റ ചടങ്ങിൽ, താക്കോൽ കൈമാറുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കേണ്ട ആവശ്യം എന്താണ്? അതൊക്കെ സതീഷ് വസന്ത്. യെസ്, പറയാം പെട്ടെന്ന്. യെസ്. അല്ല, ഞാൻ ഒരു കാര്യം പറ്റേ. അനിലെ നിങ്ങൾ എല്ലാവരും എന്നെ ആക്രമിച്ചു. നിങ്ങൾ 5 പേരും, ഞാൻ ഒറ്റയ്ക്ക് ഒന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ കാര്യം ഒന്ന് കേൾക്കുന്നു. അനിൽ നമ്പ്യാർ ഞാനും ഇരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ സൗഹൃദത്തിൽ നിൽക്കുന്നു, നമ്മൾ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫ്രോഡ് കാണിക്കുന്നു. അല്ല, അനിൽ നമ്പ്യാർക്ക് എന്താണ് അതിൽ കാര്യം? പറയൂ. അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സുബ്രഹ്മണ്യം പോറ്റി കൂട്ടുപിടിച്ചോണ്ടോ ചെയ്തത്? അദ്ദേഹത്തിന് പല വഴിയിലുണ്ടെന്നേ. അദ്ദേഹം ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ ചീഫാണ്. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം ഈ സ്റ്റേറ്റിൻ്റെ ചീഫാണ്. നിങ്ങൾക്ക് എന്താണ് അദ്ദേഹം ഒന്ന് കണ്ണടച്ചാൽ പൈസ വരില്ല എന്ന് വിചാരിച്ചാൽ? നിങ്ങൾ എന്തോ